ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ ഇന്ന് പോണത് എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മൾ ഡ്രസ്സ് എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഡ്രസ്സ് വേൾഡിലോട്ടാണ് പോകണം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും വരിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ആയില്ലേ നമ്മളിങ്ങനെ ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. മിക്കപ്പോഴും ഷോർട്സാണ് ഇടാറുള്ളത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ബസ്സൊക്കെ കയറി മെയിൻ സ്ഥലത്തോട്ട് ഇറങ്ങി അവിടുന്ന് അങ്ങോട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഡ്രസ് വേൾഡിലോട്ട് പോകുന്ന വഴി തന്നെ അവിടെ ഒരുപാട് ഡ്രസ്സ് കടകളും അതുപോലെ വേറെ ഷോറൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളെപ്പോഴും പോകാറുള്ള ഡ്രസ് വേൾഡിലേക്ക് തന്നെയാണല്ലോ ആസ് യൂഷ്വൽ. അപ്പം ഇന്നും അങ്ങോട്ട് തന്നെ എന്നിട്ട് പോകുന്നത്. ഗൈസ്, ഈ ഡ്രസ്സ് എനിക്ക് എങ്ങനെയുണ്ട്, രസമുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുന്നു കേട്ടോ. കാരണം സാധാരണ ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സുകളൊന്നും ഇടാറില്ല. ഇതെങ്ങനെ ഉണ്ട് എന്നുള്ളത് പറയണേ. പിന്നെ നമ്മളങ്ങനെ ഡ്രസ് വേൾഡ് എത്തി. 3. The door is closing. Oh, ചൂടെടുക്കും. ആംഗിൾ വളരെ നല്ലൊരു ആംഗിൾ. അങ്ങനെ നമ്മൾ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ കയറി വന്ന് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ഡ്രസ്സ് നോക്കാം. ചുരിദാറിൻ്റെ സെക്ഷനിലോട്ടാണ് ആദ്യം പോയത്, പ്രിൻറ്റഡ് അങ്ങനത്തെ ഒക്കെ ടൈപ്പ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നല്ല സ്വിച്ച് ചെയ്ത് വേറെ ഭാഗത്തോട്ട് പോയി. അവിടെ നിന്ന് കണ്ടത് ഈ ഡ്രസ്സ് ഇതുപോലത്തെ വേറെയും കുറേ ഡ്രസ്സുകളുണ്ട് കേട്ടോ. കളർ ചേഞ്ച് ആയിട്ട് ഈ യെല്ലോയും ഗ്രീനും തന്നെയാണ്. പിന്നെ അതിന് താത്ത ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്തതുപോലെ എനിക്ക് ഷറാറയാണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ ടൈപ്പ് ഡ്രസ്സ് കാണുന്നൊന്നുണ്ടായിരുന്നു. കേസ് എന്തെങ്കിലുമൊക്കെ നടണമെന്നുണ്ടായിരുന്നുള്ളൂ. ഫ്രോക്ക് സാധാരണ യൂസ് ചെയ്യില്ല, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തന്നെ. അങ്ങനെ ട്രയൽ ചെയ്തു ഒരു ഡ്രസ്സ്, അത് ഇഷ്ടമായില്ല. പിന്നെ ഇത് യെല്ലോ കളർ എവിടെ നോക്കിയാലും യെല്ലോ കളറിൻ്റെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമായിരുന്നു. ഇത് ഷറാറായിരുന്നു കേട്ടോ. എനിക്ക് യെല്ലോ കളർ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ച സമയത്തൊന്നും എനിക്ക് യെല്ലോ കളറിലുള്ള ഡ്രസ്സ് ഒന്നുപോലും കിട്ടിയില്ല. ഇത് എക്സാക്റ്റ് കളർ കിട്ടിയപ്പോഴത്തേനും ഇതിൻ്റെ ആ ഒരു ട്രെൻഡ് ഔട്ടായി. അതിനുശേഷം പിന്നെ വേറെയും കുറേ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ടോ. പെട്ടെന്ന് അത്രയൊന്നും അലിഞ്ഞ് തിരിയേണ്ട ആവശ്യം വന്നില്ല. താത്താക്ക് വേഗം ഡ്രസ്സ് കിട്ടി, അതുപോലെ എനിക്കും വേഗം ഡ്രസ്സ് കിട്ടി. അതിൻ്റെ ഇടയിൽ നിഹക്കുള്ള ഡ്രസ്സും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ഡ്രസ്സായിട്ട് ഇങ്ങനെ മാറി നോക്കുമായിരുന്നു. അതിനുശേഷം ആ ഡ്രസ്സ് കൺഫേം ചെയ്തു. നമുക്കൊരു കോഫിയും കാര്യങ്ങളും കിട്ടി. അപ്പോൾ എനിക്കും താത്താക്കും നിഹക്കും നോമ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഇമ്മ നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അറഫയുടെ നോമ്പ് ഞങ്ങളിപ്പോൾ ഇന്നാണ് ഡ്രസ്സ് എടുക്കാൻ പോയിന്നുണ്ടെങ്കിൽ നാളെയാണ് അറഫയുടെ നോമ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ നോമ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഉമ്മ മുമ്പ് നോമ്പ് എടുത്ത് ഗൈസ്. അതുകൊണ്ട് പിന്നെ അങ്ങനെ അതൊക്കെ. പിന്നെ അതിന് ശേഷം നമ്മൾ ഉമ്മാക്കും കൂടെ നോക്കി. പറയാതിരിക്കാൻ വയ്യ, ആ കോഫി അടിപൊളിയായിരുന്നു കേട്ടോ. അതുപോലെ നമുക്ക് ഈ ഡ്രസ് കടയിൽ നമുക്ക് ഡ്രസ്സ് എടുത്തുന്ന മെയിൻ ആളാണ് മൂപ്പര്. ചില ഭാഗങ്ങളിലൊക്കെ കാണുന്നുണ്ട് വീഡിയോൻ്റെ ഇടയിൽ. നമ്മളെല്ലാം എടുക്കാനും പറ്റില്ലല്ലോ, ഒരു ലിമിറ്റൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ ഉമ്മാക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി. മൂപ്പർക്ക് നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ. ഞങ്ങൾ എന്താ വിചാരിക്കുന്നത് അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സും കാര്യങ്ങളും ഞങ്ങൾക്ക് കാണിച്ചു തന്നു. പിന്നെ നിഹയുടെ അനിയത്തിക്ക് ഡ്രസ്സ് കൊടുക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. ആ പോക്കും നമ്മളെടുത്തു. പിന്നെ നമ്മൾ വാപ്പാക്കൊരു ജുബ്ബ, വാപ്പ കുറേ കാലങ്ങളായിട്ട് വാപ്പ ഷർട്ടും കാര്യങ്ങളായിരുന്നു ഇട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ജുബ്ബയിലോട്ട് സ്വിച്ച് ചെയ്ത്, അതൊരു വൈബല്ലേ. പിന്നെ അങ്ങനെ എല്ലാവർക്കുള്ള ഡ്രസ്സും ഏകദേശം ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ പിന്നെ അതിന് ശേഷം നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ബില്ല് പേ ചെയ്തതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നമ്മൾ കയറി വന്നപ്പോൾ ഇത് ഇവിടെ ഈ ഡ്രസ് വേൾഡില്ലേ, പൊതുവേ എല്ലാ ടെക്സ്റ്റൈൽസിലും ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ ഏത് സെലിബ്രേഷൻ നടക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ആർട്ട് ഫോം അവിടെ എന്തായാലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അങ്ങനെ നമ്മൾ നേരെ ഇന്ത്യൻ കോഫി ഹൗസിലോട്ട് പോയി. കാരണം ഇമ്മക്ക് നോമ്പാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇമ്മക്ക് ഭയങ്കര ക്ഷീണമുണ്ടായിരുന്നു. പിന്നെ താത്തയും ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നായിരുന്നു. ഞാൻ പിന്നെ ഒന്ന് കോളേജ് ലീവായിരുന്നു. സംഭവം ഇവിടെ ഈ ഹോട്ടലിൽ നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് മെജോറിറ്റി നമ്മൾ ഇവിടെ തന്നെ കയറാറുള്ളതും. പാത്രങ്ങളൊക്കെ നല്ല ക്ലീൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ചെറിയ ഹോട്ടൊക്കെ ഉണ്ടായിരുന്നു, പ്ലേറ്റ് സ്റ്റെറിലൈസ് ചെയ്ത പോലെ. പിന്നെ നമ്മളങ്ങനെ തൈര്, അച്ചാർ ഒരു നെല്ലിക്ക അച്ചാറായിരുന്നു. തൈര് പിന്നെ നമ്മളെ മെയിനാണല്ലോ. പിന്നെ ഗൈസ്, എനിക്ക് ഈ മാല ഇൻസ്റ്റഗ്രാമിൽ നിന്ന് അയച്ചായിരുന്നു കേട്ടോ. രസമല്ലേ കാണാൻ. അതെന്തോ ആവട്ടെ. പിന്നെ താത്ത ഫ്രൈഡ് റൈസാണ് പറഞ്ഞത്. അതുപോലെ പിന്നെ ബിരിയാണി, ഞങ്ങൾ മൂന്നാളും ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രൈഡ് റൈസ് താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ ബിരിയാണി എന്നാണ് പെട്ടെന്നൊരു തോന്നൽ. അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യാൻ തുടങ്ങി. ബിരിയാണിയുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ല റൈസ് നല്ല സോഫ്റ്റ് ആയിട്ടായിരുന്നു. അതുപോലെ ചിക്കൻ ഫ്രൈഡ് ആയിട്ടായിരുന്നു. ചോദിച്ചിട്ടാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത് ബിരിയാണി ചിക്കൻ ഫ്രൈഡ് ആണോന്ന്. പിന്നെ താത്തയുടെ ഫ്രൈഡ് റൈസ് താത്ത ടേസ്റ്റ് ചെയ്ത് നോക്കി. താത്താക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. അതുപോലെ നിഹിം കഴിച്ചു നോക്കി. എന്താ പറയുക, നിഹിം അടിപൊളിയാണ്, കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ചിക്കൻ ബിരിയാണി എടുത്ത് ഗൈസ്. എൻ്റെ ചിക്കൻ ബിരിയാണി എന്താ പറയുക സെർവ് ചെയ്തു. ഞാൻ ചിരി ആയിട്ടാണ് ഇട്ട് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി വീഡിയോ എടുക്കണം, എല്ലാവരും കഴിക്കാനും തുടങ്ങി. ഭയങ്കര ഇടങ്ങാറായിട്ടാണ് ഗൈസ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഫ്രൈഡ് റൈസ് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ആ ബൗളോട് കൂടെ തന്നെ എടുത്തു. അതിൽ നിന്നൊരു സ്പൂൺ എടുത്ത് കഴിച്ചപ്പോൾ എനിക്ക് തോന്നി ഫ്രൈഡ് റൈസ് വാങ്ങിയാൽ മതിയായിരുന്നു തോന്നിപ്പോയി. പക്ഷെ എന്നാൽ പോലും അതിൻ്റെ സങ്കടം എനിക്ക് മാറി കിട്ടിയിട്ടു. അത് ഞാൻ പറഞ്ഞുതരാം.
ഫ്രൈഡ് റൈസ് നല്ല ഫ്രൈഡ് ആയിട്ടായിരുന്നു ചിക്കൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ എന്താണ് മറ്റേ ബീൻസും കാര്യങ്ങളൊക്കെ നല്ലൊരു ഗ്രീൻ കളർ എടുത്ത് കാണിക്കുന്ന പോലെ ആയിരുന്നു. അതിന് ശേഷം ഞാൻ ചിക്കൻ ബിരിയാണി കഴിച്ചു. ചിക്കൻ ബിരിയാണിനെ പറ്റി പറയുവാണെങ്കിൽ നല്ല റൈസ് നല്ല സോഫ്റ്റ് ആയിട്ടും ചിക്കൻ നല്ല ജ്യൂസി എന്ന് പറയാൻ പറ്റില്ല. ചിക്കൻ ഫ്രൈഡ് ആണ്, കുറച്ച് ഡ്രൈയും ആണ്, ബട്ട് സ്റ്റിൽ കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നെല്ലിക്കാച്ചാർ എടുത്തു. അതേപോലെ നമ്മളെ മെയിനായിട്ടുള്ള സാധനം തൈര്. തൈര് എന്തായാലും മെയിനാണ്. പിന്നെയും പറയാനുള്ള കാരണം എന്താ വെച്ചാൽ അപ്പം തന്നെ ആലോചിച്ചു ഗൈസ്, എനിക്ക് തൈര് തന്നെ എന്നെ കാണിച്ചാൽ ഞാൻ എങ്ങോട്ടും പോവും. ആ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് എനിക്ക്. അപ്പോൾ തൈരില്ലാതെ ബിരിയാണി ഇല്ല. ഞാൻ ബിരിയാണി കഴിക്കുന്നത് തൈര് കഴിക്കാൻ വേണ്ടിയിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു സ്പ്രൈറ്റ് ഓടിച്ചു. സ്പ്രൈറ്റ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്, നമ്മൾ ബിരിയാണിയും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ പെട്ടെന്ന് ഒരു സ്പ്രൈറ്റോ 7-Up പെപ്സിയോ എന്തെങ്കിലുമൊക്കെ ഇല്ലാണ്ടുള്ള ആ ഒരു അതെപ്പോഴും മസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോ കയറി നമ്മൾ വീട്ടിലോട്ട് പോകുന്നു. നല്ല ഇരുട്ടും കാര്യങ്ങളൊക്കെ ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 7:30-8 മണിയോളം ആയിട്ടോ ടൈം. പിന്നെ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്തു, നമ്മളെ വീട്ടിലെത്തി ഗൈസ്. ഗേറ്റ് കുറ്റിയിട്ടു. അമ്പിളി താമര കൊമ്പിലിൽ എന്തുണ്ടാ വൈബായിട്ടില്ല ഗൈസ്. നമ്മൾ അമ്പിളിയാണ്. നമ്മൾ വീട്ടിലെത്തി. ഹോം. ഓക്കെ ബൈ ഗൈസ്. നമുക്ക് പെരുന്നാൾ ദിവസം രാവിലെ കാണാം. ചാച്ചാ.